ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. വീഡിയോയിലുള്ളത് വേറൊന്നുമല്ല, ഞാൻ ഇതുവരെ ആയിട്ടും ചെയ്ത എല്ലാ വർക്ക്സും ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റുന്നതായി ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടെക്സ്ചർ ആർട്ടാണ്. ഒരു ഹാർട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇത് കാർഡ്ബോർഡ് പീസ് കവർ ചെയ്തതാണ് കേട്ടോ. റെഡ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എഴുതിയതാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്ത വേറൊരു വർക്കാണ്. വലിയ വലിയ ഐസ്ക്രീം സ്റ്റിക്സ് എനിക്ക് കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ഡെക്കോറാണ്. ഗൈസ്, അടുത്തത് രാത്രിയാണ് ഉണ്ടാവാറ്. നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഗൈസ്, ഇപ്പോൾ രാത്രി ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് മനസ്സിലാവില്ല. ഞാൻ ലൈറ്റ് അടിച്ച് നോക്കാം കേട്ടോ. ലൈറ്റ് എടുത്ത് നോക്കട്ടെ, ഒന്നും മനസ്സിലാവില്ല. ഗൈസ്, ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചെറുതായിട്ടൊക്കെ മിന്നുന്നത്. രാത്രി ആയാലേ ഫുള്ള് മിന്നുന്നത് നമുക്ക് കാണുള്ളൂ. ഇപ്പം എന്തായാലും നമുക്ക് നിൽക്കാം. രാത്രിയായിട്ടുള്ള വ്യൂ നമ്മളപ്പോൾ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ വേറൊരു വ്ലോഗ് എടുക്കുമ്പോൾ. ഒന്ന് അതാണ്. നിർത്തിട്ട് ഗൈസ്, ഇതിന് ചാർജർ കഴിയാനായിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഓക്കെ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് തട്ടിക്കൂട്ടി ജേർണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏകദേശം എല്ലാതും ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഇതാണ് ബ്രൗൺ ആയിട്ടുള്ള ഒരു ജേർണലിംഗ് ആണ്. ജേർണലിംഗ് ഉള്ളത് ഇവ രണ്ടുപേർത്തും ഞാൻ A4 ഷീറ്റാണ്. പിന്നെ എൻ്റെ കവായ് സ്റ്റിക്കേഴ്സ് ഞാൻ ഇവിടെയും പിന്നെ ഇതും ഇവിടെ ഒടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു കളർ A4 എടുത്തിട്ട് അതിൽ ബ്രൗൺ എഴുതിയിട്ടുണ്ട്. 2 ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടിയപ്പോൾ അത് ഇവിടെ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് പിന്നെ ഇത് നമ്മുടെ ഡിസൈനാണ് കേട്ടോ. അടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളത് പർപ്പിൾ ജേർണലാണ്. പർപ്പിളും ഇവിടെയും പർപ്പിൾ A4 ഒടിച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഐ ലവ് മൈ ഫാമിലി, ഐ ലവ് ഫാദർ, ഐ ലവ് മദർ, ഐ ലവ് സിസ്റ്റർ, ഐ ലവ് ബ്രദർ, ഐ ലവ് മൈ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹലോവിൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു കവാ സ്റ്റിക്കർ, ഇവിടെ ഒരു കവാ സ്റ്റിക്കർ, ഇവിടെ ഒരു കവാ സ്റ്റിക്കർ. ഇവിടെ മാർച്ചിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർച്ചിലത്തെ കലണ്ടറും ഉണ്ട്. ഇവിടെ ഒരു ഹാപ്പി എഴുതിയിട്ട് ഒരു നോട്ട് ബുക്ക്, ഒരു കവാ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ 2 വാഷിംഗ് ടാപ്പ് ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി നോട്ടാണ്. അടുത്തത് നമ്മൾ വരുന്നത് പിങ്ക് ജേർണലിംഗ് ആണ്. അതിലും നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കിട്ടിയില്ല. ഇവിടെ രണ്ടിടത്തൊരു ഇതുണ്ട് കവാ സ്റ്റിക്കർ. അല്ലാതെ ഒരേപോലൊക്കെ തന്നെയാണ് പറഞ്ഞല്ലോ. അടുത്തത് യെല്ലോ ആണ്. യെല്ലോ ഇങ്ങനെയാണ്. ഇതൊരു ഹാർട്ടാക്കാൻ വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല ഗൈസ്. അടുത്ത് റെഡാണ്. റെഡ് ഞാൻ എനിക്ക് എന്തോ ഒരു എഴുത്ത് വിളിക്കാൻ നോക്കിയപ്പോൾ ഇംഗ്ലീഷ് കിട്ടായിട്ട് ഞാൻ മലയാളം കളിക്കുടുക്കേന്ന് എടുത്തതാണ് ഗൈസ്. പിന്നെ ഇവിടെ ചെറുതായിട്ട് ഒരു ഹാർട്ടൊക്കെ വരച്ച് ആക്കിയിട്ടുണ്ട്. അടുത്തൊരു ഗ്രീനാണ് കേട്ടോ. ഇവിടെ നോട്ട് എഴുതാളുണ്ട്, വാഷിംഗ് ടാപ്പ് ഒട്ടിച്ച്, പിന്നെ കുറച്ച് കവാ സ്റ്റിക്കർ, പിന്നെ ഇത് എഴുതിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഒരു ബ്ലൂ ജേർണലിംഗ് ആണ്. ബ്ലൂ ഇവിടെ 2 ഒട്ടിച്ചു. ബ്ലൂ എഴുതിയിട്ടുണ്ട്. 2 ബ്ലൂ കുട്ടികളെ, 3 ബ്ലൂ കുട്ടികളെ. പിന്നെ ഇവിടെ വട്ടത്തിലുള്ളൊരു നോട്ട് ബുക്കാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ടാപ്പ്. അടുത്തത് എന്ന് പറയുന്നത് ഓറഞ്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്ലോപ്പായ ഒരു ജേർണലിംഗ് ആണ്. വേറൊന്നുമല്ല, ഞാനൊരു പെയിൻറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ആ പെയിൻറ്റിൻ്റെ ഉദ്ഘാടനം തന്നെ ഞാനൊരു ജേർണലിംഗ് ആണ് ചെയ്തത്.
അപ്പോൾ തന്നെ അത് കൊളായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് മൈ ഓറഞ്ച് ക്യൂട്ട് ജേർണലിങ് ആൻഡ് ഐ ആം വെരി വെരി ഹാപ്പി. ഓറഞ്ച് ജേർണൽ, പിന്നെ ക്യൂട്ട് ജേർണൽ ഓറഞ്ച് എഴുതിയിട്ടുണ്ട്. കുറച്ച് കവായ് സ്റ്റിക്കർ, ഇവിടെ ഒരു വാഷിംഗ് ടാപ്പ് ഒടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ എനിക്ക് ഫ്ലോപ്പ് ആയതായിരുന്നു. ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കിട്ടുന്നില്ല. ഇതൊക്കെ ഞാനൊരു വിൻറ്റേജാണ് തീരുമാനിച്ചത് കേട്ടോ. കണ്ടോ, പേപ്പറൊക്കെ ഞാൻ അതുപോലെ കത്തിച്ചാക്കി എടുത്തതാണ് ഗൈസ്, കണ്ടില്ലേ. പിന്നെ സെക്കൻഡ് ഒരു റെഡാണ്, പക്ഷെ അവിടെ ഞാൻ റെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ റെഡാണ്. ഇവിടെ ഒരു സ്ക്വയർ ആയിട്ടുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ ജേർണലിങ്ങിൻ്റെ ബുക്കിൽ വരുന്നത്, ഒരു ഡയറിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ബുക്കാണ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രോയിങ് ഇതായിരുന്നു. കുറച്ച് തെങ്ങുകൾ വരച്ചു, കുറച്ച് 3 കാക്കകൾ പറന്നു പോകുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇവിടെ സൂര്യനും ഉണ്ട് കേട്ടോ ഗൈസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഗ്രാമം ആണ്. അപ്പോൾ മലയുണ്ട്, പിന്നെ ഇതൊക്കെ അരുവികളും മലകളിൽ നിന്ന് അരുവികൾ ഒഴുകി ഇങ്ങനെ വരുന്നതാണ്. പിന്നെ കുറേ വീടുണ്ട്, പിന്നെ കുറേ ഇവിടെ ഒരു പൂക്കളുണ്ട്. ഇവിടെ ഒരു പൂന്തോട്ടാണ് വിചാരിച്ചത്, പക്ഷെ അത് എന്തോ ആയിപ്പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സണ്ണുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ഗ്രാമത്തിലൊരു വഴിയുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇതൊക്കെ തട്ടിക്കൂട്ടി ഞാൻ പണ്ട് വരച്ചതാണ് കേട്ടോ. പിന്നെന്ന് പറയുന്നത് ഒരു കടലില്ലേ, കടലിന്ന് അപ്പുറത്ത് നോക്കിയാൽ നമുക്ക് കാണൂലേ ഒരു കടല്, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് റോഡ്, അതുപോലെ വരച്ചതാണ്. ഇത് മീനുകളുണ്ട് 3, പിന്നെ വീണ്ടും ഒരു സൂര്യനുണ്ട്, 3 കാക്ക ഉണ്ട്, റോഡുണ്ട്. പിന്നെ അടുത്തത് പറയുന്നതാണ് നമ്മുടെ പാറ ഉണ്ടാവില്ലേ. അപ്പം അങ്ങനെ 2 പാറയും അതിന്മേൽ ഉണ്ടാവുന്ന 2 മരങ്ങളാണ്. ഇത് കട്ട ഫ്ലോപ്പ് ആയ ഒരു ഇതായിരുന്നു. പിന്നെ ഞാൻ അത് ഫ്ലോപ്പ് എല്ലാം തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടി വെച്ചതായിരുന്നു. ഇവിടെ നമുക്ക് സൂര്യനുണ്ട്. അടുത്തത് ഒരു മഞ്ഞുമലയാണ് ഗൈസ്. ഇതൊരു മഞ്ഞുമല, 2 സ്നോമാൻ ഉണ്ട്. ഇതൊക്കെ മഞ്ഞാണ് ഗൈസ്. അടുത്തതാണ് ഗൈസ്, നമുക്ക് കഥയിലോട്ട് വരാം. എൻ്റെ അടുത്ത് പണ്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കലാകാരൻ ഞാൻ ഉറക്കി, പിന്നെ ഞാൻ പെയിൻറ്റിങ് ആയിട്ടാണ് ഞാൻ ഉണർത്തിയത്. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഒന്നേ വരച്ചിട്ടുള്ളൂ, അത് ഇതാണ് ഗൈസ്. ഒരു രാത്രി തീമാണ്, നൈറ്റ് തീമാണ്. ഇവിടെ ചന്ദ്രനുണ്ട്, ഒരു തെങ്ങുണ്ട്, 2 കുട്ടികളുണ്ട്, ഒരു ഉപ്പയും ഒരു ഉമ്മയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വരച്ചത് കട്ട ഫ്ലോപ്പായത്. കട്ട എന്ന് പറഞ്ഞാൽ അത്രക്കും ഫ്ലോപ്പായൊരു സംഭവമാണ്. പിന്നെ ഞാനേ സെക്കൻഡ് വൺ ആ പെയിൻറ് കൊടുന്ന് ചെയ്തത് ഇതായിരുന്നു. ആ പെയിൻറ് കൊണ്ട് ഇത്രയും യൂസ്ഫുൾ ആയതെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പെയിൻ്റൊക്കെ ഞാൻ ഒരു ദിവസം കാട്ടിത്തരാം. പിന്നെ ഇതാണ് ഗൈസ് ആകെ ഫ്ലോപ്പായത് സംഭവം. ഇവിടെ തൊട്ട് ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതും ആണ് ആകെ ഫ്ലോപ്പായത്. ഇനി എന്തെങ്കിലും ആക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതും ആകെ ഫ്ലോപ്പായൊരു സംഭവമായിരുന്നു. ഇവിടെയൊക്കെ ആകെ കൊളായി എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുള്ളൂ ഇതെന്ന് പറയുന്നത്. പിന്നെ അടുത്തതൊരു പെയിൻറ്റിങ് ബുക്ക് തന്നെയാണ് കേട്ടോ. ഇത് കാണില്ല, ഞാൻ ഡോംസിൻ്റെ പേസ്റ്റൽ ബ്രഷ് പെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വരച്ചാണ്. അതിൽ പേസ്റ്റലായത് കാരണം ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഗ്രേ ആക്കി. പിന്നെ ഇവിടെ സൂര്യനുണ്ട്, കുറച്ച് സ്റ്റാർസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഹാർട്ടിൻ്റെ ഉള്ളിലൊരു മരം ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്തത് പറയുന്നതും ഒരു മരത്തിൻ്റെയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസാണ്
ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. അടുത്തത് ചെറുതായിട്ടൊക്കെ ഒരു ഫ്ലോപ്പ് ആയതായിരുന്നു. ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു ഇലയൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഇത് ഞാൻ ബ്രഷ് പെന്ന് കിട്ടിയ സമയത്ത് ഏതോ ഒരു പേജ് എടുത്ത് എന്തൊക്കെയോ വരച്ചായിരുന്നു, അതാണ് ഇത്. പിന്നെ ഇത് ഐ ലവ് മൈ ഡിയർ എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഒരു റെഡ് ഓറഞ്ച് യെല്ലോ, ഇത് യെല്ലോ ഓറഞ്ച് റെഡ് ആ ഒരു തീമിലോട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ഇത് രണ്ടും സെയിം ആണ്. പിന്നെ അവിടെ ഇവിടെയും ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സംഭവം ഇത് ഞാൻ ഇപ്പം എടുത്ത് വാങ്ങിയതാണ്. ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിയതായിരുന്നു, കുറേ മുന്നേ വരച്ചതുമായിരുന്നു. ഇത് രണ്ടും സെയിം ആണെന്ന് പറയാണ്. അപ്പോൾ അതിലൊന്നിൽ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു. ഇനി ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് വരച്ചത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ആകെ ഇതിൽ ഒന്നേ വരച്ചിട്ടുള്ളൂ, അത് ഇതാണ് ഗൈസ്. കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ഞാൻ പെയിൻറ്റിങ്ങിൻ്റെ കലാകാരിനെ വീണ്ടും ഞാൻ ഡ്രോയിങ്ങിൻ്റെ കലാകാരിയെ ഉണർത്തി ഗൈസ്. എന്നിട്ട് പിന്നെ ഞാൻ ഇതാണ് വരച്ചത്. ലാസ്റ്റ് ഞാൻ ചെയ്ത ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങിലും വെച്ച് ഞാൻ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ചെയ്തത്. എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, ക്യൂട്ടല്ലേ. ഇവിടെ ഞാൻ പിന്നെ എഴുതിയിട്ടുള്ളത് ഫിൽസ ലവ് ഫിലു എന്നാണ്. എൻ്റെ പേര് തന്നെ കേട്ടോ. അപ്പോൾ ഇതിലതിനെ ഞാൻ വരച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എടുത്ത് വാങ്ങിയതാണ്. പിന്നെയുള്ളത് ഒരു ഡയറിയും പാടെയാണ്. ഇതെന്താ പറയുക, എനിക്ക് പേജസ് ഓരോന്നും ചെയ്യാൻ തോന്നിയപ്പോൾ ഞാൻ ചെയ്ത ഒരു ഇതായിരുന്നു. ഇതിനെന്താ പറയാമെന്നൊന്നും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു വാട്ടർ മെലോൺസൊക്കെ ചുറ്റോരം വരച്ച്, കുറച്ച് ഹാർട്ട്സും ചുറ്റോരം വരച്ച്, നടുവിലൊരു ആർട്ട് ഈസ് മൈ ബുക്ക് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എങ്ങനെയൊക്കെ തല തിരിഞ്ഞ് ആർട്ട് ബുക്ക് ഈസ് മൈ എന്നായിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കുറേ സംഭവങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതെല്ലാം കട്ട ഫ്ലോപ്പായപ്പോൾ കീറിടാൻ പറ്റത്തില്ല, ഡയറി അല്ല. അപ്പം ഞാൻ സ്റ്റാപ്ലർ വെച്ച് അടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ്, ഞാൻ ഏറ്റവും കൂടുതൽ ഫേവറേറ്റായി എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തൊരിതായിരുന്നു. ഇതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ ഭയങ്കര ഇതായിരുന്നു എന്ന് വെച്ചാൽ ടെഡ്ഡി ബിയറിൻ്റെ ഷേപ്പുള്ള സ്റ്റിക്കി നോട്ട് അടിച്ചുകൊണ്ട് ക്യൂട്ട് ടെഡ്ഡി ബിയറിനെ എഴുതി ചുറ്റോറ് ഇതാക്കി 2 കളർ വെച്ചു, ഇങ്ങനെ വള്ളി ഇട്ടു, അങ്ങനെ രണ്ടിടത്തും ക്യൂട്ടെന്ന് എഴുതി. സെക്കൻഡ് വൺ ഇതായിരുന്നു. അടുത്തത് ടെഡ്ഡി ബിയർ ആയിരുന്നു. ഇത് ഗ്രീൻ സ്ക്വയർ ആയിരുന്നു ഗൈസ്. സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നോട്ട് ക്യൂട്ട് ബുക്ക് എന്നുണ്ട്. ഇത് ഞാനൊരു ഡയറി പോലെ ചെറിയൊരു നോട്ടായി കൊടുത്തതായിരുന്നു. ഇവിടെ ഹായ് ക്യൂട്ട് സ്റ്റിക്കി നോട്ട് എന്നും പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീൻ തീമാണ്. ഇതാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ഗൈസ്. ഇതൊക്കെ ഞാൻ ഇപ്പോഴത്തെ ഇവിടെ ഞാനൊരു ഒലിച്ച് വരുന്ന ടൈപ്പ് ഇതാക്കിയിട്ട് ഹലോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നോട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ ഡയറിയിലുള്ളത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നതാണ്. ബൈ ബൈ.